എൻ്റെ പേര് ജെയിംസ് ആന്റണി ഫെർണാണ്ടസ്. ഞാനൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ്. ഇന്ന് നമ്മുടെ കേരളത്തിലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഭരിക്കുന്ന എംബ്രിക്കിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആലപ്പുഴയിലെ നെഹാസ് കൺസ്ട്രക്ഷന്റെ സിമന്റ് കോൺക്രീറ്റ് ബ്ലോക്ക് ആൻഡ് മഡ് ബ്രിക്ക് യൂണിറ്റിലാണ്. ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ട് തന്നെ ഞാൻ ഇവിടുന്ന് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ തന്നെ ഇവരുടെ ക്വാളിറ്റിയാണ്. ഇവിടുന്ന് ഞാൻ റാൻഡമായിട്ട് 5ഓളം എംബ്രിക്കുകൾ കൊണ്ടുപോവുകയും അതിന്റെ കംപ്രഷൻ ടെസ്റ്റ് നടത്തി നോക്കുകയും അതുപോലെ തന്നെ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് നടത്തി നോക്കുകയൊക്കെ ചെയ്തതാണ്. വീട് പണിയുമ്പോൾ ഇത്രയും എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് വലിയൊരു സവിശേഷതയാണ്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ വരാൻ നേരത്ത് നമുക്ക് നല്ല വെട്ടുകല്ല് ലഭിക്കാറില്ല. നമ്മൾ വെട്ടുകല്ലിന് വളരെയധികം വേസ്റ്റേജും അതുമാത്രമല്ല വയറ് കേടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. മഡ് ബ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വേസ്റ്റേജ് വളരെ കുറവാണ്. നമുക്കൊരു 2 ഇഞ്ച് തിക്നെസ്സിൽ പോലും ഇതിനെ സ്ലൈസുകളാക്കി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ യൂണിറ്റിന്റെ മഡ് ബ്രിക്കുകളുടെ സവിശേഷതകളെ കുറിച്ചും അതിന്റെ നിർമ്മാണ രീതികളെ കുറിച്ചും നമുക്ക് ഇതിന്റെ ഓണറായ നൗഷാദിക്കോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് നമ്മുടെ മഡ് ബ്രിക്കിന്റെ പ്രത്യേകത? ഇക്കാനെ അതൊന്ന് പറ. ഇതിന്റെ നിർമ്മാണ രീതികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പൂഴി, നല്ല ക്വാളിറ്റി ആണെങ്കിൽ മാത്രമേ അത്രയും ക്വാളിറ്റി കിട്ടത്തുള്ളൂ, ബ്രിക്കിന് ക്വാളിറ്റി കിട്ടത്തുള്ളൂ. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള പൂഴി സീവ് ചെയ്തതിന് ശേഷമാണ് പൊടിക്കുന്നത്. സീവ് ചെയ്തതിന് ശേഷം പൊടിക്കും. ശേഷമാണ് നമ്മളത് പൊടിക്കുന്നത്. പൊടിച്ച ഒരു യൂണിഫോം സൈസിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ മിക്സറിലേക്ക് ഇട്ടു. അതിനുള്ള ആഡ് മിക്സറും പിന്നെ പായൽ പിടിക്കാറൊക്കെയുള്ള കണ്ടന്റുകളും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് വന്ന് ഇവിടെ ഈ യൂണിറ്റിൽ നമ്മൾ പ്രഷർ കൊടുത്ത് ചെയ്യുന്നത്. അതായത് ഡബിൾ സൈഡ് പ്രഷറാണ്, മേളിൽ നിന്നും പ്രഷറാണ്, താഴത്തു നിന്നും പ്രഷറാണ്. ഡബിൾ സൈഡ് പ്രഷറിലാണ് ചെയ്യുന്നത്. $150 PSI വരെ നമ്മൾ പ്രഷർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എടുക്കുമ്പോൾ തന്നെ ബ്രേക്ക് ആണുള്ള ഒരു സാഹചര്യം തീരെയില്ല. അത്രയും കംപ്രസ്, അതായത് 2 അടിയുടെ മോൾഡിനകത്ത് നമ്മൾ ഇത് ഫില്ല് ചെയ്തിട്ട് അത് കംപ്രസ് ചെയ്ത് 1 അടിയിലേക്ക് ചുരുക്കുകയാണ്. അപ്പൊ അത്രയും കംപ്രഷൻ സ്ട്രെങ്ത് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് അല്ലേ? അതെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പൊ ഒരു ദിവസത്തെ സ്റ്റാക്കിന് ശേഷം അടുത്ത ദിവസം എടുത്ത് അടുക്കുന്നതാണ് ഇവിടെയാണ് നമ്മൾ 15 ദിവസം നനയ്ക്കുന്നത്. രാവിലെയും വൈകുന്നേരം നന്നായിട്ട് നനച്ചു കൊടുക്കുന്നത്. എഞ്ചിനീയറിംഗ് വൈസ് ഞാൻ ടെസ്റ്റുകൾ എല്ലാം എഞ്ചിനീയറിംഗ് വൈസ് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഫിസിക്കലി നമ്മൾ പ്രേക്ഷകർക്ക് എന്താണ് ഇതിന്റെ ടെസ്റ്റ് ഒന്ന് നമുക്ക് ചെയ്ത് കാണിച്ചു? നമുക്കിത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. എങ്ങനെയാണ് കാണിച്ചത്? ഇപ്പോൾ എഞ്ചിനീയറിംഗ് വൈസ് ജെയിംസിന് അറിയാവുന്നതുകൊണ്ട് പിന്നെ വിഷയമില്ല. പിന്നെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പരിശോധന എന്ന് പറയുന്നത് ഇത് വേണമെങ്കിൽ നമുക്കൊരു 1.5-2 മീറ്റർ ഹൈറ്റ് നിന്ന് നമുക്ക് താഴത്തോട്ട് പൊക്കിയിട്ട് നോക്കാം. പിന്നെ വണ്ടി വലിയ ലോറി കയറ്റി നോക്കാം. അങ്ങനെയൊക്കെയാണ് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ആസ് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഞാൻ 6000-ഓളം കട്ട ഇവിടുന്ന് എടുത്തു കഴിഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ണും പൊട്ടും ഈ കട്ട നിങ്ങൾക്ക് ഉപയോഗിക്കാം.